മോനെ ഗേൾസിനോടൊന്നും കളിക്കാൻ വരരുത്. ഗേൾസ് പവർ ഒക്കെ വേറെ ലെവലാ, മനസ്സിലായ? ഇതിന്റെ മറുപടി നിന്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 4 ചീട്ടുകളുണ്ട്. ഇതിൽ യഥാക്രമം സ്പോർട്സ്, പൊളിറ്റിക്സ്, സിനിമ, ജനറൽ നോളേജ് 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഇവിടെ ഇടും. ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നതിൽ ഏത് ടോപ്പിക്കാണുള്ളത് ആ ടോപ്പിക്കിനെ കുറിച്ച് എടുക്കുന്ന ആൾ ഓപ്പോസിറ്റ് ടീമിനോട് ഒരു ചോദ്യം ചോദിക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ അല്ല, നമുക്ക് വേണമെങ്കിൽ ജനറൽ നോളജ് ഒഴിവാക്കുന്നുണ്ട് അല്ലേ? നിനക്ക് പേടിയാണെങ്കിൽ ഓക്കോർ നടത്തിക്കും. പേടിയൊന്നുമില്ല. നീ ചീട്ടിട്ടാ സാമ. ദിവ്യ എടുക്കും. ദൈവത്തിന് പ്രാർത്ഥിച്ചെടുത്തോ. എന്തെങ്കിലും സംഭവിച്ചാലും ജനറൽ നോളജ് ആയിരിക്കരുത്. ജനറൽ നോളജ് മാത്രം വേണ്ട, ബാക്കിയൊക്കെയാണ് ജനറൽ നോളജ്. ദൈവമൊക്കെ ഇപ്പോൾ ഭയങ്കര ഉഴപ്പാണ്. അളികൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ക്വിസ് മത്സരത്തെ എപ്പോഴും ഫസ്റ്റ് ആണ്. വലിപ്പം പറഞ്ഞ ഉള്ള വിറ്റാനും കൂടെ കറങ്ങണം. ചോദിക്കാൻ പോവാണേ. നിന്റെ തടിമീശ. ചോദ്യം ഇതാണ്. നമ്മളെല്ലാരും പ്രീതി ചേച്ചിയുടെ കഫേയിൽ പോവാറുണ്ട്, കോഫിയും കുടിക്കാറുണ്ട്. കോഫിയുടെ വിലയാണോ? ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി ഏതാണ്? ചേട്ടാ ക്യാപ്ചിനോട് ക്യാപുച്ചിനോ വേണ്ട, എനിക്ക് നല്ലൊരു ഫിൽട്ടർ കോഫി. ഓ, ഫിൽറ്റർ കോഫി കുഴിച്ചു ഇവിടെ ഉള്ളൂ, വേണേ കുടിച്ചാൽ മതി. ആ, അല്ലെങ്കിൽ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, മറ്റേ പൂച്ചക്കാട്ടം കളിക്കതല്ലേ. പൂച്ചക്കാട്ടം നിന്റെ മുതലാളിക്കായിരുന്നു. മുതലാളിനോ പറഞ്ഞോണ്ടല്ലോ. മുതലാളി പറഞ്ഞ് എന്ത് ചെയ്യണം? പൂച്ചക്കാട്ടം മാത്രമാക്കണ്ട, ആ റോട്ടിൽ കൂടെ ഒരു പട്ടി നടപ്പില്ലേ, അതിന്റെയും അപ്പുറം പറമ്പിൽ ഒരു പശു കിടപ്പില്ലേ, അതിന്റെയും പിന്നെ നീ ഇവിടെ ഇരിപ്പില്ലേ, ദേശം നിന്നെയും കൂടെ കലക്കുള്ളൂ. അയക്കാൻ നല്ല ഇഷ്ടപ്പെടും. എന്താടാ ഇത്? രണ്ടാള് എപ്പ കണ്ടാലും ഈ ഇടി തന്നെ. ചേച്ചി, ഞാൻ ഇവനോട് ഫിൽട്ടർ കോഫി ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പൂച്ചക്കാട്ടം കലക്കി തരാം. എന്താടാ? അതല്ലേ ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ ലോകത്തിലെ ഏറ്റവും പൈസ കൂടിയ ഒരു പൂച്ചടാക്കി ഇട്ടിട്ട്. അത് ഞാൻ തമാശക്ക് പൂച്ചക്കാട്ടം എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അതിനാണ് അങ്ങനെയുണ്ടാ പൂച്ചക്കാഷ്ടം കൊണ്ട് കാഫി. നിങ്ങളെന്താ ആൾക്കാരെ വയറക്കി കൊല്ലാൻ നോക്കുന്ന? എടാ, അങ്ങനെ ഒരെണ്ണുണ്ട്, കോപ്പി ലുവാക്ക് എന്ന് പറയും. ഈ ഇന്തോനേഷ്യയില് സിവിക് എന്ന് പറയുന്ന ഒരു പൂച്ചയുണ്ട്, അതിന്റെ കാഷ്ടത്തിൽ നിന്ന് ഇത് ഉണ്ടാക്കണം. ഭയങ്കര വിലയാണ്. അതാണ് ഏറ്റവും വില കൂടിയ കാപ്പിയാണ് ഇപ്പം. പിന്നെ അതിപ്പോ ഇന്ത്യയിൽ ഉണ്ടാക്കി തുടങ്ങിയേക്കണോണ്ട് കുറച്ച് വിലയൊക്കെ കുറവുണ്ട്. കിലോയ്ക്ക് ഒരു 19,000 രൂപയൊക്കെ വരുള്ളൂ. ഇത്രയും പൂച്ചക്കാഷ്ടത്തിന് 50,000 രൂപ? സംശയം മരം ഗൂഗിൾ എടുത്ത് നോക്ക്. നീ പോയി ക്യാപ്ചിനോ ഉണ്ടോ ഗോഗോ? അല്ല, എന്തോ അതും തെറ്റുണ്ട്. ഈ മാരി മണ്ടന്മാരുടെ അടുത്ത് ഈ കഥയൊക്കെ പറയാൻ വന്നിട്ട് വെറുതെ. അല്ലേ ചേച്ചി, അപ്പൊ ഈ പറഞ്ഞ അപ്പീലുവാക്ക് കേരളത്തില് എവിടെയാണ്? അപ്പിലുവാക്കല്ലടാ, കോപ്പി ലുവാക്ക്. ആ കോപ്പി. ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മ വന്നില്ല. ഞങ്ങളോട് കൂടിക്കോട്ടോ, ലിമിറ്റഡ് ഓഫർ. അവേ ഈ പയ്യനയിൽ കുറച്ച് ക്യാഷ് അവനോട് അടുത്തുള്ള ആധാർ എഴുത്താറിന്റെ പോലെ ഒരു 10 cents പ്ലസ് പോണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കാൻ. എന്നിട്ട് നോക്ക് മിസ്റ്റർ DIG, നമുക്ക് ആ കുളം കിട്ടുമ്പോ തന്നെ അതിന്റെ വരമ്പുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. വേറൊന്നല്ല, അത് ചിലപ്പോ ഈ നേരത്തെ ഉടമസ്ഥരൊക്കെ ഇടയ്ക്ക് കയറി വന്ന് അവിടെ. അയ്യോ, എന്നെ കൊണ്ടുപോകും. നീ ഇതുവരെ പോയില്ലേ? അവനാ ഈ ശല്യത്തെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു പണി ചെയ്യാം, ഇവനെ കൂടെ കൊണ്ടുപോടാം. ലെറ്റ്സ് ടേക്ക് ഹിം. നമ്മളിവിടെ കുളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവനെ കരിക്ക് വെട്ടാൻ വിടാം, പായൽ വരാൻ വിടാം, അങ്ങനെയുള്ള കലപരിപാടികൾ. പിന്നെ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ മാർബിൾസ് കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു നിന്നോട് കോളം വെച്ചിട്ട് കൊളം ലീസിന് വന്നാ മതിയോ? ഏത് ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താ കാണിച്ചാനിപ്പോ? ഞാൻ പാവല്ലേ? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം. ഇവന്റെ കാര്യം എന്താണ്? ഇവന്റെ കാര്യം നീ കുറെ നേരമല്ല നിന്റെ കാര്യം എന്റെ കാര്യം എന്താ നിന്റെ കാര്യം? എടാ, എന്റെ ഒരു 5 ലക്ഷം രൂപ കുളത്തിൽ കിടക്കാണ്. അയ്യോ, അത് പോയി. വാനിഷിംഗ് ബ്യൂട്ടി കേട്ടില്ല, ഇത് വാനിഷിംഗ് ക്യാഷ്. കുളത്തിൽ പോയി. എന്നിട്ട് ഞങ്ങൾ ആ കുളത്തിൽ പോയിട്ട് കുളം കുളം ലക്കിയുടെ കുളം, കിട്ടിയ കുളം, ഞങ്ങളുടെ കുളം. അല്ല, അവര് വെറുതെ പറയണം. ഓ കുളം, ഓ
പത്തുമണി ഉറങ്ങാം. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് രാത്രി 10:10 ഏനി എനിക്ക് ഉറങ്ങണം. വീക്കിടുന്നുറങ്ങണാ. നീ ഇത് രാവിലത്തെ പോലെ ഇങ്ങനെ ക്ലിഞ്ഞ വിളിച്ചൊന്ന് വായിച്ചുകൊണ്ടിരുന്ന ഞാൻ കിടന്ന് ഉറങ്ങും. എന്നാ ഇങ്ങനെ വായിക്കാം. ആഹാ, അപ്പോൾ നിനക്ക് ശരിക്കും വായിക്കാൻ അറിയായിരുന്നല്ലേ? എന്നിട്ടാണോ രാവിലെ ഇവിടെ കിടന്ന് കണ്ട കോപ്രായൊക്കെ കാണിച്ചത്? കവർ ചെയ്യണോളിയാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കവർ ചെയ്തോണ്ടിരിക്കും. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. കുറെ ദേഷ്യപ്പെടണം, പിന്നെ കുറെ ഒച്ച ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്ത് പ്രശ്നമെന്നറിയോ? പഴയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഒന്നാമത്തെ ഈ വീട് മുഴുവൻ ഒരാളുടെ ഓർമ്മകളാണല്ലോ. എനിക്കിപ്പോൾ എൻ്റെ വർക്കവിടെ പ്രാധാന്യം. അതുകൊണ്ട് വേറൊരു ചിന്ത എടുത്തിപ്പോൾ തലയിൽ വയ്ക്കാനുള്ള പ്ലാനില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു സോഫ്റ്റ് കണറൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണതിയുടെ കാര്യമാണോ പറയുന്നത്? പിന്നെ അല്ലാതെ അവളുടെ മോൻ കണ്ടറിഞ്ഞൂടെ? പ്രണയം ഇങ്ങനെ തിളച്ചു പൊങ്ങിയേക്കണം. ഇതേപോലെ ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും തലേന്ന് പോയാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ പറയും കൂർക്കം വലിക്കുന്നേട്ടാ തലയ്ക്ക് പ്രാന്ത് കയറും. എനിക്കും